ഹൗ ടു ഡ്രോ എ മൗസ്. അപ്പം ഞങ്ങൾ ലെറ്റർ വെച്ചാണ് എഴുതുന്നത്. അപ്പം എം എഴുതും. നമ്മൾ എം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓ എഴുതാം. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവരിങ്ങനെ വരയ്ക്കുന്നതെന്ന്. ഓ എനിക്ക് അത്ര വിശ്വാസമില്ല. അത് മൂക്കൊന്നല്ല, അതിൻ്റെ തൊട്ടിത്തിരി ഗ്യാപ്പ് വീഴാം. ആ മൂക്കല്ല, കണ്ണ്. അപ്പം യു തിരിച്ചെഴുതും. യു അത് സി അല്ലേ? അത് ഞങ്ങൾ യു തിരിച്ചെഴുതുക. എസ് എഴുതാം. എനിക്കിത് അത്ര വിശ്വാസമില്ലേ. ഈ എഴുതാം. വിശ്വാസം ഇല്ലെങ്കിൽ നോക്കിക്കോ. നോക്കാം. ഈ എഴുതിയ ലെറ്റേഴ്സ് വെച്ച് വെച്ചാൽ വരയ്ക്കണം. ആദ്യം എം ഒ യു എസ് ഇ വരച്ച്, പിന്നെ സി വരച്ചിട്ടുണ്ട് കേട്ടോ, വലിയ സി. സി അല്ലത് യു ആ. ഇനി നമ്മൾ ഷെയ്ഡിങ് കൊടുക്കാം. ലാസ്റ്റത്തെ ലുക്ക് കാണുമ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ലുക്ക് വരെ വെയിറ്റ് ചെയ്യാം. ലാസ്റ്റത്തെ ലുക്ക് കുറേ സമയം എടുത്ത് 1 hour ലേറ്റ് ആവും. 1 hour കഴിഞ്ഞു. 2 hour ലേറ്റ് ആവും. ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരുന്നത് പെണ്ണുങ്ങളവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് കുറേ നേരമായിരുന്നു. എന്നാണ് കണ്ണോട് ചിരിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഞാൻ വരയ്ക്കാൻ സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. നാളെപ്പോൾ നിങ്ങളാണെങ്കിൽ പൊന്നും എന്തോ ഒരു ബൈറ്ററാണിത്. ഇത്ര അധികം ജസ്റ്റ് ഒരു ഷെയ്ഡും കൂടി കൊടുത്താൽ മതി. തയ്യാറായിട്ടുണ്ട്. 2 hours ലേറ്റ് ആവും. എൻ്റെ പൊന്നെ 3 മണി കഴിയാറായി. 10 മണിക്ക് തുടങ്ങിയത് ഇപ്പോൾ 3 മണി കഴിയാറായി. ഇത്ര അധികമോ? രസമില്ലേ? ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്തിട്ടത് ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടാകും. നല്ല രസമില്ലേ? ഗെറ്റ് യുവർ ഫേവറേറ്റ് മോമെന്റ്സ് ഓൺ യുവർ നോട്ട്ബുക്ക്. കഴിഞ്ഞാ നമുക്കപ്പോൾ ഒന്ന് പോവാണെങ്കിൽ ഇച്ചിരി ദൂരെ പോകണം. കഴിഞ്ഞോ? നമുക്ക് ലാസ്റ്റ് ഫൈനലിലേക്ക് നോക്കാം. ഓ ഇതെങ്ങനെ? എടാ ശരിക്കും മോശമാണല്ലോ. ഞാനിതിന് മാർക്ക് ഇടുന്നത് 10-ലാണോ? 10-ലാണ്. 10-ലാ? എൻ്റെ പൊന്നെ, ഇതിനൊരു സ്റ്റാർ കൊടുക്കണം. ഇപ്പൊ പൊന്നെ, ഇതെന്തൊരു ഡ്രോയിങ്? ട്രൈ ചെയ്ത് നോക്കൂ.